18-കാരിയായ വിദ്യാർത്ഥിനിയെ 64ഓളം പേർ പീഡിപ്പിച്ചതായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നു. 13 വയസ്സ് തൊട്ട് പെൺകുട്ടിയെ പലരും പീഡിപ്പിച്ചു. പത്തനംതിട്ട സ്വദേശിനിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഞെട്ടിക്കുന്ന വാർത്ത. ശശി നാരായണൻ, എന്താണ് വിശദാംശങ്ങൾ? ഈ പെൺകുട്ടി എവിടെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്? അപർണ, പത്തനംതിട്ട സ്വദേശിയായ പെൺകുട്ടിയാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പ്രധാനമായും CWCക്ക് ലഭിച്ച പരാതി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. 62ഓളം പേര് ഈ കുട്ടിയെ പീഡിപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ 13 വയസ്സ് മുതൽ ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. പത്തനംതിട്ടയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ചൊക്കെ ഇപ്പോൾ പെൺകുട്ടി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ SP തന്നെ നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയ ഒപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പ്രത്യേക സംഘത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്നു. ഈ പെൺകുട്ടി 13 വയസ്സ് മുതൽ തുടർച്ചയായി പല സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അത്തരമൊരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് 40ഓളം പേർക്ക് പോലീസ് ഇപ്പോൾ പ്രാഥമിക തന്നെ അവരുടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 5 പേർ നിലവിൽ അറസ്റ്റിലായെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. എന്തായാലും ഈ നമ്മളെ സംബന്ധിച്ച് ഇത്തരമൊരു കുട്ടിക്കെതിരെ ഉണ്ടായ പീഡനം ഞെട്ടിക്കുന്ന വാർത്ത എന്ന് തന്നെയാണ് നമുക്ക് പറയാം. ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കാരണം കൗൺസിലിനിടയിലാണ് കുട്ടി ഇത്തരം ഒരു കാര്യങ്ങൾ വ്യക്തമാക്കുക. 2 വർഷത്തിനിടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുകയും അത് ആ മൊഴി CWC നേരിട്ട് SPക്ക് കൈമാറുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നാളെ മുതൽ, ഈ നിമിഷം മുതൽ തന്നെ കൃത്യമായ പ്രതികളിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം സജ്ജമാക്കാനുള്ള പ്രത്യേക സ്ക്വാഡ് തന്നെ, സംഘത്തെ തന്നെ ഇപ്പോൾ SP ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുള്ള അന്വേഷണം നടന്നു വരികയാണ്. പല സ്ഥലങ്ങളിലും കുട്ടിയെ ജില്ലയുടെ പല സ്ഥലങ്ങളിലും കൊണ്ടെത്തിച്ച് പീഡിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്തരത്തിലാണ് ശശി നാരായണൻ, ഈ കേരളം ഞെട്ടിയ പല പീഡനങ്ങളും നടന്നതുപോലെയുള്ള മാതൃകയിൽ അങ്ങനെ ആ തരത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോഴും 64 പേരൊക്കെ പ്രതികളാകുന്ന ഒരു സാഹചര്യം ആഭ്യന്തര വകുപ്പിനെ പോലും ഒരുപക്ഷെ അല്ല, തീർച്ചയായിട്ടും ആശങ്കയിൽ നിർത്താൻ പോകുന്ന ഒരു വിഷയമാണ് ഇത്. കേരളത്തിന്റെ സ്ത്രീ സുരക്ഷയടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഈ 5 പേർ അറസ്റ്റിലായവരുടെ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് ആരൊക്കെയാണ് എന്ന് എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇതൊരു റാക്കറ്റാണ്, ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള സൂചനകൾ പോലീസിനുണ്ടോ? അപർണ, അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ. എന്തായാലും പോലീസ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പെൺകുട്ടി ഒരു കായിക താരമാണ്. പരിശീലകരടക്കമുള്ള ആളുകൾ, കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ, സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 40ഓളം പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 62ഓളം പേരുണ്ടെന്നാണ്, 60-ലധികം പേരെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഒരു കണക്ക് എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അനുസരിച്ച് പറയുന്ന CWCക്ക് നൽകിയ ഒരു പരാതി അനുസരിച്ച് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഒരു അറിവാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കായിക താരമാണ് പെൺകുട്ടി. നമ്മൾ അത്രയും തന്നെ വളരെ വിശദമായ രീതിയിൽ നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ കുട്ടിക്ക് പോക്സോ വകുപ്പിലാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസ് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇത്തരം പരാതികൾ, പത്തനംതിട്ടയിലും അതുപോലെ ഇലവന്തിട്ട അടക്കമുള്ള സ്റ്റേഷനുകളിലും മറ്റ് സ്റ്റേഷനുകളിലെല്ലാം ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരാതി എടുത്തിട്ടുണ്ട്. പരിശീലകർ അടക്കമുള്ള ആളുകൾ പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിലായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. എന്തായാലും വലിയ രീതിയിലൊരു പീഡനത്തിന് പെൺകുട്ടി ഇരയായിരിക്കുന്നു. 13 വയസ്സ് മുതൽ ഇത്തരത്തിലൊരു പീഡനത്തിന് ഇരയായി. ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് തന്നെ പ്രത്യേകമായ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കും. അതിന് പ്രത്യേക സ്ക്വാഡ് നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്നു. ആ തരത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ആരൊക്കെ ഇതിനകത്ത് പ്രതികളാകും, എന്തെല്ലാം കാര്യങ്ങൾ ഇതിലുണ്ടാവും എന്നുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിലായിരിക്കും നമുക്ക് പങ്കുവെക്കാൻ കഴിയുക. പോലീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. പെൺകുട്ടിയുടെ മൊഴി കൃത്യമായി 2.5 മണിക്കൂറോളം 2-3 മണിക്കൂറോളം ഈ CWCന് നൽകിയ മൊഴിയാണ് കൃത്യമായി അത് രേഖപ്പെടുത്തുകയും പിന്നീട് അതനുസരിച്ച് പെട്ടെന്ന് തന്നെ പോലീസ് നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 40ഓളം പേർക്കെതിരെ പ്രാഥമിക ഘട്ടത്തിൽ കേസെടുക്കുകയും 5 പേരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൂ. അത്തരം
വിവരങ്ങൾ ഇനി കൂടുതലായിട്ട് അവരെ സംബന്ധിച്ച പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അപർണ, അതോടൊപ്പം തന്നെ ഈ കുട്ടി പോക്സോ വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് വെളിപ്പെടുത്തലുകൾ നടത്താൻ കുട്ടിയുടെ കുടുംബവും കൂടി പരാതി കൊടുക്കാനായുള്ള ഒരു ഇനിഷ്യേറ്റീവ് കുടുംബത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അത്തരം എല്ലാ കാര്യങ്ങളും പറയാവുന്ന ഒരു ഘട്ടത്തിലല്ല എങ്കിൽ പോലും CWCയിലേക്ക് ഈ പരാതി എത്താനിടയായ ഒരു സാഹചര്യം, അതെങ്കിലും ആ ഒരു വകുപ്പ് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് പറയാവുന്ന ഒരു സാഹചര്യമുണ്ടോ ശശി? അപർണ, ഇത് കൗൺസിലിനിടയിലാണ് ഈ കുട്ടി, കൗൺസിൽ അധ്യാപികയോടെയാണ് ഇത്തരം ഒരു കാര്യം ഈ കുട്ടി പറയുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലൂടെ ഇത് എത്തുന്നത്. ആ മൊഴിയാണ് പോലീസിനെ ഡയറക്റ്റായിട്ട് പോലീസിലേക്ക് SP തന്നെ ഈ മൊഴി നേരിട്ട് കൈമാറുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടനടിയുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് പോയത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി സൂചിപ്പിച്ച ആ വ്യക്തികളിൽ നിലവിലുള്ള ആളുകൾ, ആ ആളുകളിലേക്ക് അന്വേഷണ തരത്തിലേക്ക് പെട്ടെന്ന് തന്നെ അതാത് സ്റ്റേഷനുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും അവിടെ ഒരു പ്രത്യേക കോഡ് രൂപീകരിക്കുകയും പോലീസ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടന്നു വരികയും ചെയ്യുകയാണ്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം തന്നെ 5 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം പോലീസ് അറസ്റ്റ് ചെയ്തതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ബാക്കിയുള്ള 40ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 64ഓളം പേരുണ്ടെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും വിശദമായ ഒരു മൊഴി ഈ പെൺകുട്ടിയിൽ നിന്നും പോലീസ് എടുത്തിട്ടുണ്ട്. അത് അനുസരിച്ചുള്ള നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. എന്തായാലും ഈ കായിക താരമാണ് ഈ പെൺകുട്ടി. കായിക പരിശീലനടക്കം സുഹൃത്തുക്കളടക്കം അത്തരത്തിൽ ഒരു വലിയ പീഡനം ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയ ഒരു കേസായിട്ട് തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. SP നേതൃത്വത്തിലുള്ള സംഘം ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ച് വിശദമായ ഒരു അന്വേഷണം ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്ക് പരിശീലകരടക്കം അങ്ങനെ ആളുകളുടെ എല്ലാം മൊഴികളും അത്തരം ശാസ്ത്രീയ തെളിവുകളും ഒക്കെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലേക്ക് ആദ്യ ഘട്ടം നിലയ്ക്കാണ് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തുടർന്നുള്ള അവർക്ക് കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് അത്യന്തം ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം, ഒരു കായിക താരമായിട്ടുള്ള ഒരു കുട്ടി കായിക പരിശീലകനടക്കം പീഡിപ്പിച്ചു എന്ന് വരുന്ന ഒരു വിഷയം, ഈ 13 വയസ്സ് തൊട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് ഉറക്കെ പറയുന്ന ആവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചോളം, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ വെല്ലുവിളി, വലിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടതായി വരുന്നു. ഇത്രയും വർഷങ്ങൾ ഇതെങ്ങനെയാണ് ഈ പീഡനം കേരളത്തിൽ നടന്നത്? 64ഓളം പേർ. ഇത് 10-30 വർഷം മുമ്പുള്ള ഒരു കാലമല്ല. ഈ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന ഒരു കാലമാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ഇത്രയേറെ വർഷം എങ്ങനെയാണ് ഈ ഒരു റാക്കറ്റിനകത്ത് പെൺകുട്ടി പെട്ടുപോയത്? ഇത്രയും ചെറിയ പ്രായം മുതൽ ഉള്ളത് ഏതെല്ലാം വമ്പൻ സ്രാവുകളുടെ ഒത്താശ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമെല്ലാം വരുന്നു. പുറത്തേക്ക് വിവരങ്ങൾ കൂടുതൽ കൊടുക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യമല്ല. ഇത് പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശശിനാരായണൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ വളരെ വലിയ തലത്തിലേക്ക് ഈ കേസ് മാറും വരും ദിവസങ്ങളിൽ എന്നുള്ളതിൽ തർക്കമില്ല. കായിക താരമായ ഒരു പെൺകുട്ടി, അതായത് ആ ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലകൻ പോലും ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ, പീഡകനായി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത് ഏതെല്ലാം സംവിധാനങ്ങളിലേക്ക് നീങ്ങും, ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിർത്തുന്നുണ്ട്. നമുക്ക് എല്ലാം തുറന്നു പറയാനാകുന്നില്ലെങ്കിൽ പോലും ഈ കേസ്, അല്ലേ? അപർണ, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കേരളത്തെ സംബന്ധിച്ച് ഇത്തരമൊരു വാർത്ത വരുന്നത് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. പോലീസും അത്തരത്തിൽ തന്നെയാണ് ഇത് കാണുന്നത്. പക്ഷേ ഇത് ഇത്രയും നാള് ഈ കേസ് ഇത്തരമൊരു പീഡന വിവരം ഉണ്ടായിട്ട് അത് മറച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടി ആരെയും ഭയന്നാണ് ഇത് പറയാതിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പോലീസിലുണ്ട്. എന്തായാലും അതൊരു കൗൺസിലിന്റെ ഇടയിലാണ് ഈ കുട്ടി ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. നമുക്ക് ഒരുപക്ഷെ ഇത്തരത്തിലൊരു വാർത്ത എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പോലും നമുക്കത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു വാർത്തയെന്ന് വേണമെങ്കിൽ പറയാം. അത് പോലീസും വലിയ ആശങ്കയോടുകൂടിയാണ് ഈ ഒരു വാർത്തയെ കാണുന്നത്. പോലീസും അങ്ങനെയാണ് വിവരങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലും ജില്ലയ്ക്ക് പുറത്തുള്ള സ്റ്റേഷനുകളിലൊക്കെ ഇതിന് പരാതികളുണ്ട്, പ്രതികളുണ്ട്. അതിന്റെ അന്വേഷണം അത്തരത്തിൽ വ്യാപിപ്പിക്കും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പോലീസ് അതിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ SPയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും അത് അനുസരിച്ചാണ് കേസ് അന്വേഷണം നടക്കുന്നത്. ആ പ്രാഥമിക ഘട്ടത്തിൽ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന 40ഓളം പേർക്കെതിരെ കേസെടുക്കുകയും 5 പേരെ അറസ്റ്റ് ചെയ്യേണ്ട 5 പേരുടെ പേരുകൾ
ഉടൻ തന്നെ നമുക്കത് ലഭിക്കും. അത് അത്തരം കാര്യങ്ങൾ കൂടിയുള്ള കാര്യങ്ങളുണ്ടാകും. എന്തായാലും പോക്സോ കേസായതുകൊണ്ട് ചില കേസിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പുറത്തു പറയുന്നതിനും അത്തരം വാർത്തകൾ നൽകുന്നതിനും പരിമിതിയുണ്ട്. എന്നാലും ഈ ഒരു കാര്യം ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ ഒരു പീഡനം അത് 13 വയസ്സ് മുതൽ 5 വർഷക്കാലത്തിനിടയിൽ ഒരു കായിക താരമാണ്. പരിശീലകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒപ്പം പഠിച്ചവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. അത്തരത്തിലുള്ള ആളുകളിലൊക്കെ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ? അത്തരം ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് അവരിലേക്ക് അന്വേഷണം എത്തക്ക രീതിയിൽ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ ആവശ്യമാണ് ഈ കേസിൽ. അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും വരും മണിക്കൂറുകളും വരും ദിവസങ്ങളിലും ഈ വാർത്ത വലിയ ഒരു വാർത്തയായി മാറാൻ സാധ്യതയുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റിലേക്കും ഈ വാർത്ത നീങ്ങാൻ സാധ്യതയുണ്ട്. അപർണ. ശശി നാരായണൻ വിവരങ്ങൾ നൽകിയത്. ഏതായാലും കേരളം ചർച്ച ചെയ്തേ മതിയാവുകയുള്ളൂ. അത്രയും വലിയ ഒരു വാർത്ത കൂടിയാണ്. 64 പേർ 13 വയസ്സ് മുതൽ പീഡിപ്പിച്ചതായി CWCക്ക് പരാതി നൽകിയിരിക്കുകയാണ്. 18 വയസ്സുകാരിയായ കായിക താരമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കായിക പരിശീലകനടക്കം ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വരുമ്പോൾ 5 പേരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് ഈ അറസ്റ്റും അന്വേഷണവും കടക്കും ഇനിയുള്ള മണിക്കൂറുകൾ എന്നുള്ള സൂചന കൂടി ശശി നാരായണൻ നൽകും.